എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ റിലേ ഉപയോഗിച്ചും അല്ലാതെയും ഒരു കംപ്രസർ എങ്ങനെ ആരംഭിക്കാമെന്നും ഡയറക്റ്റ് കൂൾ റെഫ്രിജറേറ്ററിന്റെ പ്രകടനം എങ്ങനെ പരിശോധിക്കാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും ഒരു റിലേ ഉപയോഗിച്ച് കംപ്രസർ ആരംഭിക്കുക, 2 ഒരു റിലേ ഇല്ലാതെ കംപ്രസർ ആരംഭിക്കുക, 3 ഒരു പുതിയ റെഫ്രിജറേറ്ററിന്റെ ഇൻസ്റ്റാളേഷൻ, 4 റെഫ്രിജറേറ്റർ യൂണിറ്റ് ആരംഭിക്കുക, 5 പ്രകടനം പരിശോധിക്കുക. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. കട്ടിംഗ് പ്ലെയർ 200 mm ഒരെണ്ണം, നോസ് പ്ലെയർ 150 mm ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഒരെണ്ണം, ലൈൻ ടെസ്റ്റർ 500 വോൾട്ട് ഒരെണ്ണം, ക്ലാമ്പ് മീറ്റർ 0 മുതൽ 500 വോൾട്ട് AC ഒരെണ്ണം, മൾട്ടിമീറ്റർ 0 മുതൽ 500 വോൾട്ട് ഒരെണ്ണം, കംപ്രസർ ഹെർമെറ്റിക് FHP പ്രാക്ടിക്കൽ ഹോഴ്സ് പവർ ഒരെണ്ണം, കോപ്പർ വയർ 1.5 mm സ്ക്വയർ 4 മീറ്റർ, തെർമോമീറ്റർ സ്റ്റെം ഡിജിറ്റൽ തരം 5 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരെണ്ണം, സ്പിരിറ്റ് ലെവൽ ഒരെണ്ണം, ഗാർഹിക റെഫ്രിജറേറ്റർ ഒരെണ്ണം, വോൾട്ടേജ് സ്റ്റെബിലൈസർ ഒരെണ്ണം, ഇൻസുലേഷൻ ടേപ്പ് ഒരെണ്ണം, സാൻഡ് പേപ്പർ ആവശ്യത്തിന്, തെർമൽ പിൻ. നടപടിക്രമം: ടാസ്ക് 1 റിലേ ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1 6-1 അല്ലെങ്കിൽ 8-1 HP സീൽ ചെയ്ത കംപ്രസർ എടുക്കുക. സ്റ്റെപ്പ് 2 കംപ്രസർ ടെർമിനലുകളിലേക്ക് PTCR റിലേയും OLPയും ശരിയാക്കുക. സ്റ്റെപ്പ് 3 റിലേയിലേക്ക് 230 വോൾട്ട് AC പവർ സപ്ലൈ നൽകുക. സ്റ്റെപ്പ് 4 വിതരണം ഓണാക്കി കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 5 കംപ്രസർ ഡ്രോൺ കറന്റ് പരിശോധിക്കുക. സ്റ്റെപ്പ് 6 മാനുവൽ സെൻസിംഗ് വഴി സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് മർദ്ദം പരിശോധിക്കുക. സ്റ്റെപ്പ് 7 കംപ്രസർ ഉപയോഗിച്ച് കറന്റ് അളക്കുക. സ്റ്റെപ്പ് 8 ടെസ്റ്റിന് ശേഷം പവർ സപ്ലൈ ഓഫ് ചെയ്യുക. ടാസ്ക് 2 റിലേ ഇല്ലാതെ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1 1 മീറ്റർ നീളമുള്ള വ്യത്യസ്ത വർണ്ണ വയർ കഷ്ണങ്ങളുടെ 4 എണ്ണം എടുക്കുക. സ്റ്റെപ്പ് 2 ഒരറ്റത്ത് വയർ സ്കിൻ ചെയ്യുക, ക്ലിപ്പുകൾ ശരിയാക്കുക. സ്റ്റെപ്പ് 3 റെഡ് വയർ കംപ്രസർ R ടെർമിനൽ ശ്രേണിയിലേക്ക് അമ്മീറ്ററുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 4 ബ്ലാക്ക് വയർ C ടെർമിനലുകളിലേക്ക് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5 പുഷ് ബോട്ടം സ്വിച്ച് വഴി നീല വയർ S ടെർമിനലുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 6 ഗ്രീൻ വയർ ഉപയോഗിച്ച് കംപ്രസറിന് എർത്തിംഗ് നൽകുക. സ്റ്റെപ്പ് 7 സ്പിൻ പ്ലഗ് ചുവപ്പ്, കറുപ്പ്, പച്ച വയർ എന്നിവയിലേക്ക് ശരിയാക്കുക. സ്റ്റെപ്പ് 8 പുഷ് ബോട്ടം സ്വിച്ച് അമർത്തുക. സ്റ്റെപ്പ് 9 പവർ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്റ്റെപ്പ് 10 പുഷ് ബോട്ടം സ്വിച്ച് വിടുക, കംപ്രസറിന്റെ പ്രവർത്തനം നോക്കുക. സ്റ്റെപ്പ് 11 കംപ്രസർ വർക്കിംഗ് സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് പരിശോധിക്കുക. സ്റ്റെപ്പ് 12 കംപ്രസർ ഡ്രോൺ കറന്റ് അളക്കുക. സ്റ്റെപ്പ് 13 ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് വയർ നീക്കം ചെയ്യുക. മെഗർ ലീഡുകൾ ഇനി പറയുന്ന രീതിയിൽ ബന്ധിപ്പിക്കുക. വാട്ടർ പൈപ്പ് അല്ലെങ്കിൽ എർത്ത് റോഡ് പോലെയുള്ള അറിയപ്പെടുന്ന ഒരു നല്ല എർത്ത് റെഫറൻസിലേക്ക് ബ്ലാക്ക് ലീഡ് നെഗറ്റീവ് ബന്ധിപ്പിക്കുക. ഇൻസുലേഷൻ പ്രതിരോധത്തിനായി പരിശോധിക്കുന്ന കണ്ടക്ടറിലേക്കോ ഘടകത്തിലേക്കോ ചുവന്ന ലീഡ് പോസിറ്റീവ് ബന്ധിപ്പിക്കുക. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നടത്താൻ മെഗർ സജീവമാക്കുക. ഉയർന്ന റെസിസ്റ്റൻസ് റീഡിംഗ് നല്ല ഇൻസുലേഷനെ സൂചിപ്പിക്കുന്നു. അതേസമയം കുറഞ്ഞ റെസിസ്റ്റൻസ് റീഡിംഗ് ഇൻസുലേഷന്റെ അപജയത്തെയോ തകരാർ സംഭവിക്കുന്നതിനെയോ സൂചിപ്പിക്കാം. റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ വോൾട്ടേജ്, കറന്റ്, വാട്ട്സ്, ബാഷ്പീകരണ കോയിലിന്റെ താപനില, കണ്ടൻസറിലെ വൈബ്രേഷൻ എന്നിവയും പരിശോധിക്കേണ്ടതാണ്. റീക്യാപ്പ്: ഈ വീഡിയോയിൽ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തത്: 1 ഒരു റിലേ ഉപയോഗിച്ച് കംപ്രസർ ആരംഭിക്കുക, 2 ഒരു റിലേ ഇല്ലാതെ കംപ്രസർ ആരംഭിക്കുക,